നമസ്തേ, ഞാൻ അനൂപ് പെരുമ്പാവൂർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തേൻ എടുക്കാനായിട്ട് തേനീച്ചപ്പെട്ടിയിൽ നിന്ന് ആ പാളി എടുത്ത് നമ്മൾ സ്മോക്ക് ചെയ്ത് ഈച്ചയെ കോതി മാറ്റി നമ്മളെടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇതിന് നമ്മൾ എക്സ്ട്രാക്ടറിൽ വെച്ച് കറക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. എക്സ്ട്രാക്ടറിൻ്റെ ഒരു ഇത് ആണ് കാണുന്നത്. നമ്മൾ സ്റ്റീലിൻ്റെ എക്സ്ട്രാക്ടറാണ് ഉപയോഗിക്കുന്നത്. എപ്പോഴും നമുക്ക് തേൻ ക്വാളിറ്റിയോടുകൂടി എടുക്കാനായിട്ട് സ്റ്റീലിൻ്റെ എക്സ്ട്രാക്ടറും പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം പാളി ചെത്തി ആ സീലിങ്ങൊക്കെ ചെത്തിക്കളഞ്ഞ് നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ സീലിങ് നൈസായിട്ട് നമ്മൾ നല്ല മൂർച്ചയുള്ളൊരു കത്തി ഉപയോഗിച്ചിട്ട് ഈ രീതിയിൽ നൈസായിട്ട് തീരെ കനം കുറഞ്ഞ് തന്നെ ആ സീലിങ് മാത്രം കളഞ്ഞാൽ മതി. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെത്തി ആ സീലിങ് മാറ്റുക. സീലിങ് മാറ്റിയതിന് ശേഷം നമുക്ക് എക്സ്ട്രാക്ടറിൽ വെച്ച് കറക്കിയെടുക്കാം. സീലിങ് ഇതിനകത്ത് നിന്നാൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീലിങ് ഉള്ള അതിൻ്റെ ആ സെല്ലിൽ നിന്ന് തേൻ പുറത്തേക്ക് ചാടില്ല. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്ത് തേനെ നമുക്ക് ചാടി കിട്ടുള്ളൂ. നമ്മൾ വയ്ക്കുന്ന സമയത്ത് ഈ മുകൾ വശം ഫ്രെയിമിൻ്റെ മുകൾ വശം പുറത്തേക്ക് വരത്തക്ക രീതിയിൽ വേണം വയ്ക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് തേൻ നന്നായിട്ട് പുറത്തേക്ക് ചാടാൻ പാകത്തിന് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പതുക്കെ തുടങ്ങണം. പതുക്കെ സ്പീഡ് കൂട്ടി ആദ്യത്തെ സൈഡ് കറക്കുന്ന സമയത്ത് വലിയ സ്പീഡിൽ നമ്മൾ കറക്കാതിരിക്കുക. കാരണം നിറച്ച് തേനുണ്ട്. ആ തേൻ അത്രയും നിറച്ചിരിക്കുന്ന സമയത്ത് തേൻ്റെ പാളി പൊട്ടി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സ്ലോ സ്പീഡിൽ വേണം നമ്മൾ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ കറക്കാനായിട്ട്. ഇത് ഈ മെഷീനിൽ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അട മറിച്ചിടാതെ തന്നെ തിരിച്ചും കറക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു വശം കറക്കിയതിന് ശേഷം നമ്മളിത് റിട്ടേൺ മോഡിലേക്ക് ഇട്ടിട്ട് നമ്മൾ വീണ്ടും കറക്കുകയാണ്. അപ്പോൾ ഒരുവിധം അത്യാവശ്യം ആ നിറച്ചുള്ള ഭാഗങ്ങളൊക്കെ ഒരുവിധമൊക്കെ പോന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പതുക്കെ സ്പീഡ് കൂട്ടി നമുക്ക് കറക്കാം. അപ്പോൾ ആ തേൻ മുഴുവൻ നമുക്ക് ഈ പാത്രത്തിലേക്ക് ചാടി കിട്ടും. സൈഡിൽ ചാടി കുറേശ്ശെ ഒഴുകി താഴത്തേക്ക് ഇറങ്ങി വരുന്ന ഇതാണ് കാണുന്നത്. ഒന്നുകൂടി ഇതുപോലെ തന്നെ നമ്മൾ തിരിച്ച് കറക്കണം. അപ്പോൾ ആദ്യം കറക്കിയ സമയത്ത് നമ്മളൊരു മീഡിയമാണ് കറക്കിയെടുത്തുള്ളൂ അല്ലേ. അപ്പോൾ തിരിച്ച് ഒന്നുകൂടി ഹൈ സ്പീഡിൽ കറക്കുന്ന സമയത്ത് അതിനകത്ത് പൂർണ്ണമായിട്ടും അതിനകത്ത് തേൻ പാളിയിൽ നിന്ന് വിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് ചാടിയിട്ടുണ്ടാവും. ഇതിനകത്ത് മെഴുകായതുകൊണ്ട് പിടിച്ചിരിക്കില്ല. നമ്മൾ പെട്ടെന്ന് തേൻ വിട്ട് പുറത്തേക്ക് പോരും കറക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തീർത്തും അതിനകത്ത് ഇരിക്കാത്ത രീതിയിൽ തീർത്തും ആ തേൻ നമുക്ക് നമ്മളുടെ ഈ എക്സ്ട്രാക്ടറിലേക്ക് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ കറക്കി എടുത്തു കഴിയുമ്പോൾ നമുക്ക് കാണാം ഇതിനകത്തൊന്നും തേനില്ല. പൂർണ്ണമായിട്ടും തന്നെ തേൻ ചാടിയിട്ടുണ്ട്. ഉച്ച സമയത്ത് എന്ന് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ വെയിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ തേനൊക്കെ ചാടി ആ വെയിറ്റ് ഒരുവിധം തീർത്തും ഇല്ലാത്ത രീതിയിൽ നൈസായിട്ട് ആ മെഴുകിൻ്റെ ഒരു വെയിറ്റും ആ ഫ്രെയിമിൻ്റെ വെയിറ്റുമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ തേൻ പൂർണ്ണമായിട്ടും ചാടിയിട്ടുണ്ട്. നമുക്കിത് ഇനി എന്താ ചെയ്യേണ്ടത്, തിരിച്ച് നമുക്ക് കൂട്ടിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തേനീച്ചയ്ക്ക് ഇതിനകത്തേക്ക് പെട്ടെന്ന് തേൻ നിറയ്ക്കാനും പെട്ടെന്ന് നിറച്ച് സീൽ ചെയ്യാനായിട്ട് പറ്റും. കാരണം തേനീച്ചയെ സംബന്ധിച്ച് ഇപ്പോൾ ഇത്രയും പാളി ഉണ്ടാക്കണമെങ്കിൽ അവർ നന്നായിട്ട് തേൻ കുടിച്ചെങ്കിൽ മാത്രമേ ഇത്രയും പാളി അവർക്ക് ഉണ്ടാക്കാനായിട്ട് അവരുടെ ശരീരത്തിൽ മെഴുക് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ശരിക്കും തേൻ ഉള്ളിൽ ചെന്ന് അതിൽ നിന്നാണ് മെഴുക് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ തേൻ നന്നായിട്ട് കുടിക്കണം. അപ്പോൾ ആ ഒരു അളവിലൊക്കെ നമുക്ക് കുറവ് കിട്ടും. അത് തന്നെയല്ല ഇപ്പോൾ ഒരു സീസണിനെ സംബന്ധിച്ചെന്ന് പറയുകയാണെങ്കിൽ ഒരു സീസൺ ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസമൊക്കെയാണ് നമുക്കൊരു സീസൺ കിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് പരമാവധി തേൻ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇവർ തേനിന് അറ പണിത് വരണമെങ്കിൽ ഒരുപാട് സമയം അതിന് വേണ്ടിയിട്ട് അവർ വേസ്റ്റ് ആക്കേണ്ടി വരും. അത് തന്നെയല്ല ഈ സമയത്ത് കൂടുതലും അവർ ആദ്യത്തെ സമയത്ത് പണിതെടുക്കുമെങ്കിലും പിന്നീട് അവർ പണിതിനേക്കാൾ കൂടുതലായിട്ട് മറ്റ് സ്ഥലങ്ങളിൽ തേൻ നിറയ്ക്കാനായിട്ടാണ് അവർ ശ്രദ്ധിക്കുള്ളൂ. അപ്പോൾ അട കൃത്യമായിട്ട് പണിയിൽ പിന്നീട് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തേൻ അറ തിരിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തേൻ നിറച്ച് നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. സാധാരണ രീതിയിൽ നല്ല രീതിയിൽ തേൻ വരുന്ന സമയമൊക്കെയാണെങ്കിൽ ഒരു 7 ദിവസം കൊണ്ടൊക്കെ നമുക്ക് സീൽ ചെയ്ത് നമുക്ക് എടുക്കാൻ പാകത്തിന് റെഡിയാവും. 6 ദിവസം കൊണ്ടോ 5 ദിവസം കൊണ്ടൊക്കെ സീലിംഗ് ആവുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തേൻ നന്നായിട്ട് വരുന്ന സമയത്ത് ആ ഒരു രീതിയിൽ പെട്ടെന്ന് അവർ നിറച്ച് സീൽ ചെയ്യും. അപ്പോൾ ഇത് നമുക്കിനി റിട്ടേൺ നമുക്ക് തേനീച്ചപ്പെട്ടിയിലേക്ക് വച്ചു കൊടുക്കാം. അപ്പോൾ പാളി നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന എടുത്ത് മാറ്റി വെച്ചു. നമുക്ക് നോക്കാം ഇതിനകത്ത് തേൻ വീണ്ടും നോക്കാം. കണ്ടോ, തേൻ നല്ല തെളിഞ്ഞ തേനാണ്. ആദ്യത്തെ തേൻ എന്ന് പറഞ്ഞാൽ നല്ല വെളിച്ചെണ്ണ പോലെ ഇരിക്കും. ആ കളറാണ്.
അതിനകത്ത് ചെറുതായിട്ട് മെഴുകിൻ്റെ അംശമൊക്കെ നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഉണ്ടായ മെഴുകിൻ്റെ അംശങ്ങളൊക്കെ കുറേശ്ശെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് തേനൊന്നും ടേസ്റ്റ് നോക്കണ്ടേ? അപ്പോൾ അതൊക്കെ ഒന്ന് ചെരിച്ച് നോക്കാം. കണ്ടോ, വെളിച്ചെണ്ണയുടെ കളറാണ്, തെളിഞ്ഞ കളറാണ്. ആദ്യത്തെ തേൻ വരുമ്പോൾ അങ്ങനെയാണ്. അത് കുറച്ച് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കളറൊക്കെ മാറി വരും. ഒരു ചെറിയൊരു വ്യത്യാസങ്ങൾ വന്ന് കളർ മാറി വരും. കുറച്ച് ഇരിക്കണം, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കാണ് ആ കളറിലേക്ക് വരുള്ളൂ. ഇപ്പോൾ തെളിഞ്ഞൊരു വെളിച്ചെണ്ണയുടെ കളറാണ് ഇപ്പോൾ ഉള്ളത്. വാവ്, സൂപ്പർ. ഇപ്പോൾ നമ്മൾ ഈ തേനെടുത്ത പാളി നമ്മൾ തിരിച്ച് കാലി ഫ്രെയിം നമ്മൾ തേൻ ഒഴിവാക്കിയതിന് ശേഷം ഇത് നമ്മൾ തിരിച്ച് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഇപ്പോൾ ഇന്ന് മുതൽ അവർ തേൻ ഇതിനകത്തേക്ക് നിറയ്ക്കാൻ ആരംഭിക്കും. അപ്പോൾ ഇത്ര നാളുള്ള ഒരു സ്പീഡല്ല. ഇനിയിപ്പോൾ അവരുടെ തേൻ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇടുന്നത് തീർന്നു പോയി. അപ്പോൾ അതുകൊണ്ട് ഇവർ ഹൈ സ്പീഡിൽ ഓടും. അതാണ് നമ്മുടെ പണിക്കാരുടെ ഒരു ഗുണം. അപ്പോൾ അത് പെട്ടെന്ന് ഇപ്പോൾ ഇവരുടെ തേൻ തീർന്നുകൊണ്ട് ഇപ്പോൾ പ്രകൃതിയിൽ നന്നായിട്ട് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് കൊണ്ടുവന്ന് നിറയ്ക്കാനായിട്ട് ആരംഭിക്കും. ഇപ്പോൾ തന്നെ തേനീച്ച പെട്ടെന്ന് ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അത് കളക്ഷൻ വീണ്ടും ആരംഭിക്കും. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം നാളേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം തേൻ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ തേൻ പതുക്കെ അവർ നിറച്ച് തുടങ്ങിയിട്ടുണ്ടാവും. ഇത് ശരിക്കും തേൻ നല്ല രീതിയിൽ വന്നു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് നമുക്ക് അടുത്ത ട്രിപ്പ് നമുക്ക് തേൻ എടുക്കാൻ പാകത്തിനാവും. ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് ഇപ്പോൾ അത്രയും ഇപ്പോൾ അവിടെ പൂർണ്ണമായിട്ടും പണി തീർന്നിട്ടില്ല. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഉള്ളതുകൊണ്ട് ഒരു കുറച്ച് സ്ലോ ആയിരിക്കും. അല്ലാത്ത സ്പീഡായിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് അവർ നിറച്ച് നമുക്ക് തേൻ എടുക്കാൻ പാകത്തിനാവും. ഒരു 1.5 മാസമാണ് നമുക്ക് വർഷത്തിൽ സീസണുള്ളൂ. ഈ ഒരു സമയത്താണ് നമുക്ക് ആകെ തേൻ കിട്ടുന്നത്. എല്ലാ സമയത്തും നമുക്ക് തേൻ കിട്ടുന്നില്ല. മുകളിൽ നമുക്ക് എടുക്കാൻ പാകത്തിന് പൂർണ്ണമായിട്ട് പണി ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളതിൽ നിന്ന് എടുക്കുന്നില്ല. അപ്പോൾ അത് ഒരു പണി തീർത്തതിന് ശേഷം മാത്രമേ നമ്മൾ അതിനകത്ത് നിന്ന് എടുക്കുന്നുള്ളൂ.